ഇന്നത്തെ വീഡിയോയിൽ റെഡി നെക്കിൽ ഇതുപോലെ ക്യാൻവാസ് വെച്ചിട്ട് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇതിപ്പോൾ ഒരു ഫാബ്രിക്കിൽ നമ്മൾ ചുരിദാർ സെറ്റ് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ റെഡി നെക്കായിരിക്കും വരിക. അപ്പോൾ എന്താക്കാന്ന് വെച്ചാൽ നമ്മുടെ ആദ്യം 3 ഇഞ്ച് നമ്മൾ ലെങ്ത്ത് നെക്കിൻ്റെ വിത്ത് എത്രയാണോ നമുക്ക് വേണ്ടത് അത് വരെ എടുത്തിട്ട് ബാക്കി എക്സ്ട്രാ വരുന്നത് ആ മിഡിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ ബാക്കിയുള്ള ഷോൾഡർ ഇതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യണം. ഞാനിവിടെ നെക്ക് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ 3 ഇഞ്ച് വിത്തിൽ അതുപോലെ ചെയ്ത് വെക്കുക. എന്നിട്ട് ക്യാൻവാസ് എടുക്കണം. നമ്മുടെ നെക്കിൽ എത്രയാണോ ലെങ്ത്തും വിത്തും വരുന്നത് അതിനേക്കാളും 3 ഇഞ്ച് അധികം എക്സ്ട്രാ എടുത്തിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ ഒന്ന് ക്യാൻവാസ് കട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് നെക്കിൻ്റെ കുറച്ചധികം വരുന്ന ആ വിത്തിലധികം വരുന്ന ഭാഗം അത് സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് ആദ്യം ലൈനിങ് അടിയിൽ വെക്കുക. അതിൻ്റെ മേലെ നമ്മുടെ മെയിൻ ക്ലോത്ത് വെക്കുക. മെയിൻ ക്ലോത്ത് വെക്കുമ്പം നല്ല വശം മേലെ ആവുന്ന വിധത്തിൽ വേണം വെക്കാൻ. അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ ക്യാൻവാസ് വെക്കേണ്ടത്. ക്യാൻവാസിൻ്റെ നല്ല വശവും മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ഒരുമിച്ചാവുന്ന വിധത്തിൽ വേണം ക്യാൻവാസ് വെക്കാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ കാണും പോലെ. എന്നിട്ട് മിഡിലിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മിഡിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ടേൺ ചെയ്തിട്ട് അതിൻ്റെ ബാക്ക് വശത്താണ് ലൈനിങ്ങിൻ്റെ ഭാഗത്താണ് നെക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് നെക്ക് ക്ലിയർലി കാണുന്നതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും വേഗം. അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് പിന്നെ സാധാരണ കട്ട് ചെയ്തിട്ട് ക്യാൻവാസ് കട്ട് ചെയ്യണം. ഇനി ക്യാൻവാസ് കട്ട് ചെയ്യുമ്പം ഇതുപോലെ നമ്മൾ 1 ഇഞ്ച് വിത്തിൽ കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം മടിയിലുള്ള മെയിൻ ഫാബ്രിക് കട്ട് ചെയ്യാണ്ട് ക്യാൻവാസ് മാത്രം റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ബാക്കി എക്സ്ട്രാ വരുന്നതൊക്കെ മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ നോർമലി എല്ലാ നെക്കിനും ചെയ്യുന്ന പോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. നെക്കിൻ്റെ ഭാഗം ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ. എന്നിട്ട് ക്യാൻവാസിൻ്റെ എഡ്ജ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കുറച്ച് ലെങ്തിയാണ്, കഴിയുന്നതും കുറക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പം മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കുക.